കുടകിൽ കാണാതായ ശരണ്യെ കണ്ടെത്തിയെന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തിനൊടുവിൽ ശരണ്യെ കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത്. ട്രെക്കിങ്ങിനിടയിലാണ് ശരണ്യെ കാണാതായത്. വളരെ ആകാംക്ഷയും ഉത്കണ്ഠയും ഉയർത്തി കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായ ശരണ്യെ ഇപ്പോൾ കണ്ടെത്തി എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നു. വളരെ തിരക്കിട്ട അന്വേഷണത്തിനൊടുവിലാണ് ശരണ്യെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഔദ്യോഗികമായി അല്പസമയത്തിനകം MLA അടക്കം ഇവിടെ സ്ഥലത്തുണ്ട്. ഈ ഒരു നിമിഷത്തിലാണ് പെട്ടെന്ന് ഈ ഒരു സന്തോഷകരമായ ഈ ഒരു വാർത്ത ലഭിച്ചിരിക്കുന്നത്. ആ മലമുകളിൽ ശരണ്യ ഉണ്ട് എന്നുള്ളതാണ്, അവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി ഇപ്പോൾ തന്നെ MLA അടക്കം ഉള്ളത് പറയും. എന്തായാലും കുടുംബമടക്കം ഏറെ സന്തോഷത്തിലാണ്. കണ്ടെത്തി എന്നുള്ള ആ ഒരു വിവരം കേട്ട ഉടൻ തന്നെ എല്ലാവരും അത്രത്തോളം ആഹ്ലാദകരമായി നിൽക്കുകയാണ്. 4 ദിവസമായി തുടരുന്ന തെരച്ചിലാണ്. 4ാം ദിനത്തിൽ ശരണ്യെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ MLA അടക്കമുണ്ട് ഇവിടെ സ്ഥലത്ത്. ഏറെ സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് നടന്നിരിക്കുകയാണത്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് കൂടി ചേരുന്നു. സന്തോഷകരമായ വാർത്തയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായ ശരണ്യെ വനത്തിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് വിവരം. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്, കുടകിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. SK ഇപ്പോൾ വിരാജ്പേട്ട MLA പ്രതികരണം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്തായാലും കേരളക്കരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ വാർത്ത, കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത്, ശരണ്യ എവിടെയെന്ന് കേരളക്കര ഒന്നാകെ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനൊരു മറുപടി, നമ്മൾക്ക് ആശ്വാസകരമായ മറുപടി, ശരണ്യയെ ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത. നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുടകിലെ ഏറ്റവും തന്നെ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു മലനിരകളിലേക്ക് 10 പേരടങ്ങുന്ന സംഘത്തോടൊപ്പം ശരണ്യ ട്രക്കിങ്ങിനായി യാത്ര പോകുന്നു. ട്രക്കിങ്ങിനോട് ഏറെ കൗതുകമുള്ള, ട്രക്കിംഗ് ജീവിതത്തോട് ചേർത്ത് വെച്ച് ശരണ്യ അങ്ങനെ ആ 10 പേരടങ്ങുന്ന സംഘത്തോടൊപ്പം കാളിദാസൻ ദേവസ്വം കുടകിൽ നിന്ന് തന്നെ നേരിട്ട് ചേരുകയാണ്. പറയൂ കാളിദാസൻ. സന്തോഷകരമായ വാർത്തയാണ്. MLA അടക്കം ഇപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടി ആ മലനിരകളിൽ ശരണ്യ ഉണ്ട് എന്നുള്ളതാണ്, അവിടെ വെച്ച് കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ഔദ്യോഗികമായി ഉടൻ തന്നെ MLA പ്രതികരിക്കും എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. MLA ഇപ്പോൾ ഇവിടെ നിന്നും പുറപ്പെടുകയാണ്. കുടകിലെ തടിയന്റെ മുകൾ മലയിൽ ട്രക്കിങ്ങിന് പോയ കോഴിക്കോട്ടെ നാദാപുരം സ്വദേശിനി ഇപ്പോൾ ശരണ്യെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് വിവരം. ശരണ്യ തടിയന്റെ മുകൾ ട്രക്കിംഗ് കേന്ദ്രത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ മുതലാണ് ട്രക്കിങ്ങിനെത്തിയത്. എന്നാൽ അവരെ അവിടെ നിന്നും കാണാതാകുകയായിരുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്തായാലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് ഈ ട്രക്കിങ്ങിന് ആളുകൾ എത്താറുള്ളത്. എന്നാലും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 8:15 ട്രക്കിൽ കടത്തിവിട്ടു. ബംഗളൂരു, ഹൈദരാബാദ് സ്വദേശികളായ 9 പുരുഷന്മാരും ശരണ്യയും അടങ്ങിയ 10 അംഗ സംഘമായിരുന്നു ട്രക്കിങ്ങിന് കഴിഞ്ഞ വ്യാഴാഴ്ച അവിടെ എത്തിയത്.